എങ്ങോട്ടാ കൊണ്ടുപോണേ? ഇന്നലെ പറഞ്ഞ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലേ, അങ്ങോട്ട്. ഈ കാട്ടിലോ? ആ, ഈ കാട്ടിൽ തന്നെ. ആ പറമ്പിൽ എത്ര സ്ഥലമുണ്ട്? ഈ കാട്ടിലേ കൊണ്ടുവയ്ക്കാൻ പറ്റുള്ളൂ? അങ്ങനെ പറഞ്ഞ നീ തള്ളണ്ട, അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെ കാര്യങ്ങള്? അതൊക്കെ ഉണ്ട്, നീ വാ. പതുക്കെ പതുക്കെ. ആ ആ, നീ എന്നെ ഒന്ന് അടുപ്പിച്ചേ, ഇത് പിടിച്ചേ. ആ, വലിക്ക് വലിക്ക് വലിക്ക്, വലി വലി. ഇതുവഴി പോയിട്ട് വലിയ ഡ്രീം ലാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ റബ്ബർ എസ്റ്റേറ്റ് കാണിക്കാനാണ് നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? തിരക്ക് പിടിക്കല്ല, ഞാൻ കാണിച്ചു തരാം. അത് കണ്ടോ? പരുന്തല്ലേ ഇത്? ആ, അതാണ് മിസ്റ്റർ ബോബ്. പണ്ടൊരു കാക്കക്കൂട്ടത്തിനെ അറ്റാക്ക് ചെയ്യുന്ന റെസ്ക്യൂ ചെയ്താ. പിന്നെ പുള്ളി ഇവിടുന്ന് പോയിട്ടേ ഇല്ല. ആളെങ്ങനെ ഇണങ്ങിയോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ വരുമ്പോഴൊക്കെ ഇങ്ങനെ വരും, പിന്നെ പോണ വരയ്ക്കും ചുറ്റിപ്പറ്റി ഇവിടൊക്കെ തന്നെ കാണും. ഹായ്, പേടിക്കണ്ടേ, ഒന്നും ചെയ്യില്ല. ഇതൊക്കെ വെറും ഷോ. നമ്മുടെ വിഷേട്ടന്മാരെ ഇങ്ങനെ പത്തിയും പിരിച്ച് നിൽക്കുള്ളൂ. വാ വാ. നീ ഒരു ചാർസിനോ? ഇവക ഐറ്റംസ് ആണെങ്കിൽ ഞാൻ അങ്ങോട്ടില്ല കേട്ടോ. അത് കണ്ടോ? ഇതാണ് നിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. കൊള്ളാലോ. ഇതെങ്ങനെ പിടിച്ചു? എന്റെ 2 കൊല്ലത്തെ റിസർച്ച് അടിയുന്നു. നല്ല റിസർച്ച്. ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കേ, ഇവളാള് കൊള്ളാലോ, പൂത്തിരിക്കുന്നു. ഈ ചെടിയുടെ പേരെന്താ? അശ്വതി. അങ്ങനെ ഒരു ചെടിയുണ്ടോ? അങ്ങനെയുള്ള ചെടികളേ ഉള്ളൂ. വാ. ബാ, നിനക്ക് എന്റെ ഗേൾസിനെ കാണണ്ടേ? ഗേൾസോ? കൊല്ലു ഞാൻ. നോക്ക്, ഇതാണ് എന്റെ ഗേൾസ്. ഇതോ? ആന്ന്. ഇവക്ക് നമ്മുടെ ഭാർഗവി മേഡം ഉള്ള ഒരു കട്ടില്ലേ, ഇത് അശ്വതിയാ? അതേടോ, അശ്വതി 1, 3, 5 ഒക്കെ ഇവിടെ ഇരിക്കുന്നു, 7, 8 ഒക്കെ അവിടെ ഇരിക്കുന്നു. നോക്ക് അശ്വതി, ഈ മരങ്ങൾക്കൊക്കെ എന്റെ പ്രായമാണ്. ദർ ഓൾ മൈ ബ്രദേഴ്സ്. നീ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു? നമ്മുടെ പരുന്ത്, പാമ്പ്, നമ്മുടെ കിളികള്, ദേ ഓൾ ബിലോങ് ടു ഫുഡ് ചെയിൻ. പക്ഷെ ഇവിടെ അവർ തമ്മിൽ ശത്രുതയല്ല. യുനോ, ദേ കൈൻഡ് ഓഫ് റെസ്പെക്ട് ഈച്ച് അതർ. ഒരു അപൂർവ സൗഹൃദം. പക്ഷെ നമ്മുടെ വീട്ടിലെ കാര്യവും എന്ത് ചെയ്താലും കുറ്റം മാത്രം കണ്ടുപിടിക്കാൻ കുറെ ആൾക്കാർ. നീ പറ അശ്വതി, ഇതാണോ സെയിൻ വേൾഡ്, അതോ? അങ്ങനൊന്നും ഇല്ല രാജു, എനിക്ക് വെറുതെ ഓരോന്ന് തോന്നാം. രാജു, ആ, ഞാനിത് എവിടെ ഇടണ്ടേ? അവിടെ ഇട്ടോ. നീ കുറച്ച് മണ്ണെണ്ണയും തീപ്പെട്ടി എടുത്താകത്തുനിന്ന്. അടിപൊളി. രാജു, മണ്ണെണ്ണ കിട്ടി, പക്ഷെ തീപ്പെട്ടി കാണാനില്ല. ഞാൻ നോക്കാം, നീ ഇവിടെ ഇരി. ഇതെന്താ ഇത്? ഇതാണോ തീപ്പെട്ടി? ഇലക്ട്രോണിക് തീപ്പെട്ടി. നീ നോക്കിയോ? ആയില്ലേ? And then man created fire. കൊള്ളാലോ ഇത്. എന്റെ വക ഒരെണ്ണം കൂടെ.
അശ്വതി, ഇതാണ് എന്റെ ലോകം, എന്റെ ഡ്രീം വേൾഡ്. ഹേ അല്ലല്ല, നമ്മുടെ ലോകം, നമ്മുടെ ഡ്രീം വേൾഡ്. എനിക്ക് ഈ സ്ഥലത്തെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അശ്വതി. യു സി, എനിക്ക് എന്റെ ഫാം അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം, അവിടെ ഒരു പോൾട്രി ഫാം കൊണ്ടുവരണം. ഇവിടെ കൊച്ചൊരു തൊഴുത്ത്. അതെ, അങ്ങനെ സോളാർ എനർജി, മിരിഗേഷൻ ഒക്കെ ആയിട്ട് ഒരു സ്വയം പര്യാപ്തമായ ലോകം. എന്താ ചെയ്തൂടെ? ചെയ്യാം. ഞാനുണ്ട് കൂടെ. ഇന്നലെ എനിക്കൊരു അബദ്ധം പറ്റിയതാട്ടോ. ആ ഭാഗത്ത് മൊത്തം റബ്ബർ പ്ലാന്റേഷൻസ് നമുക്ക് പോകുമ്പോൾ കാണാം. അങ്ങോട്ട് തിരിച്ചോ? വെരി ഇൻട്രസ്റ്റിംഗ് പ്ലേസ്. അവിടെയൊക്കെ നല്ല വ്യൂ. വാവ് രാജീവ്, ഇതേ അങ്ങോട്ടൊന്ന് നോക്കി, ഒന്ന് നോക്ക്. അടിപൊളി. അവിടെ സീനാ, കണ്ടു നോക്ക്. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? രാജു, രാജു. രാജുവിനെ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കാം. ഞാൻ പറഞ്ഞ സ്ഥലം ഈ ഒരു ഏരിയ. ഓരോരുത്തർക്ക് വരാൻ കണ്ടോ? രാജുവിനോട് അച്ഛൻ വീട്ടിലേക്ക് എല്ലാം പറഞ്ഞു. എന്തിനാ? അതൊക്കെ നേരിട്ട് ചോദിച്ചാൽ മതി. എനിക്ക് സൗകര്യം ഉള്ളപ്പോ പൊയ്ക്കോളാം. എന്റെ പൊന്നു കൊച്ചേ, ഇവനെയും കൊണ്ട് ഇതിലെ കറങ്ങി തിരിഞ്ഞ് നടക്കാതെ പെട്ടെന്ന് വീട്ടിൽ പോവാൻ നോക്ക്. ഇത് എപ്പോഴാ പിടിവിട്ടു എന്ന് പറയാൻ പറ്റില്ല. രാജു, ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ്? അശ്വതിക്ക് അറിയില്ല, 6-7 മാസം ഇവന്റെ കംപ്ലീറ്റ് കൺട്രോളും പോയിരുന്ന സമയത്ത് ചവിട്ടും തൊഴിയും കൊണ്ടാ ഞാനാ. പിന്നെ വലിയ അഭിമാനല്ലേ? ഇവൻ നേരെ ഒന്നുമില്ലാന്ന്. എസ്റ്റേറ്റിൽ പോകാൻ പാടില്ല, കാർ എടുക്കാൻ പാടില്ല, ബൈക്ക് എടുക്കാൻ പാടില്ല. പിന്നെ ഞാൻ എന്ത് വേണം? ഈ പട്ടിക്ക് പോലും എന്നെക്കാട്ടിലും വീട്ടിൽ സ്വാതന്ത്ര്യമുണ്ട്. എവിടെയെങ്കിലും പോയി കുറച്ച് സമാധാനമായിരിക്കാന്ന് വിചാരിച്ചാ അപ്പ വരും വിളി. ആര് വിളിച്ചു? ഞാനാ വിളിച്ചത്. എപ്പോ നോക്കിയാലും ആളും അനക്കില്ലാത്ത ആ കാട്ടിനകത്ത് കാണും. ഒറ്റയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ ഒരു പെൺകുട്ടിയും കൂടി ഉണ്ട്. അത് ഞാൻ നോക്കിക്കോളാം, താൻ മറിയിടാവണ്ട. നീ ഇവിടെ കിടന്ന് എന്ത് വേണമെങ്കിലും കാണിച്ചോ. ഇവിടെയാണെങ്കിൽ കേൾക്കാനും പറയാനും ആൾക്കാരുണ്ട്. അവിടെയോ? എടാ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരം പറയേണ്ടത് ഞങ്ങൾ രണ്ടുപേരുവാ. അതിന് ഞാൻ എന്ത് കാണിച്ചെന്ന് നീ പറയണ? ഞാൻ ആ എസ്റ്റേറ്റിൽ കയറാൻ പാടില്ല, അതാണ് ഇവന്റെ ആഗ്രഹവും ആവശ്യവും. ഇന്ന് കുറച്ച് ആൾക്കാരെ വിളിച്ചോണ്ട് അങ്ങോട്ട് എന്തിനാ വന്നതെന്ന് എനിക്കറിയാം. അപ്പൊ മനസ്സിലായല്ലോ? മനസ്സിലായി. അതൊന്നും നടക്കാൻ പോണില്ല. ആ എസ്റ്റേറ്റിനകത്താണോ നീ റിസോർട്ട് ഉണ്ടാക്കാൻ പോകുന്നത്? അത് എന്നോട് കൂടി ആലോചിക്കണ്ടേ? അച്ഛൻ എന്തായി പറയുന്നത്? മിനിഞ്ഞാന്നല്ല ഞാൻ ആ പ്ലാൻ അച്ഛന് കാണിച്ചെന്ന്. ഇനി ആ റബ്ബർ തോട്ടം വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. ഇതെന്താ എനിക്ക് വേണ്ടി മാത്രമാണോ ചെയ്യുന്നത്? എല്ലാവർക്കും വേണ്ടിയല്ലേ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, രാജു കുറച്ച് കാര്യങ്ങൾ മാനേജ് ചെയ്യട്ടെ. ഈ കംപ്ലീറ്റ് ടെൻഷനൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എന്താ വിശ്വ ഈ പറയുന്നേ? Then trust me, Dad. എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ട് ഈ പ്രോജക്റ്റ് ഉണ്ടായിക്കൊണ്ടുവന്നറിയോ? ആദ്യം ഇതൊന്ന് വർക്കൗട്ടായി വരട്ടെ, എന്നിട്ട് നമുക്ക് രാജുവിനെ പറഞ്ഞ് സമ്മതിപ്പിക്കാം. അല്ലാതെ ഇവന്റെ ഇപ്പോഴത്തെ വട്ട് കണ്ടിട്ട് നമ്മളിത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും മണ്ടത്തര. നമുക്കൊന്നുകൂടെ ആലോചിക്കാം വിശ്വ. എന്താ അച്ഛാ? കൂൾ. ഓക്കെ,
ഓക്കെ. നല്ലത് ചെയ്യാൻ പോയിട്ട് ഇപ്പൊ എന്തായി? അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിന്റെ കാര്യം നോക്കാൻ വിശ്വട്ടിന് ഇപ്പോഴും അറിഞ്ഞൂടാ. ഓരോരുത്തർ വന്ന് കയറി